ഓം ശാന്തി. പലപ്പോഴും മനുഷ്യന്മാരുടെ മൂല്യവും സംസ്കാരവും ബന്ധങ്ങളുടെ വിലയും ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന മഹത്വവും പൈസയേക്കാൾ എത്രയോ അധികമായിരിക്കും മനുഷ്യൻ്റെ മൂല്യം എന്ന് പറയുന്നത്. പൈസ കയ്യിൽ വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖവും അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ല എങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപത്തിൻ്റെ കാരണം അത്തരം കർമ്മങ്ങൾ തന്നെയായിരിക്കും. അതിൻ്റെ റിയലൈസേഷൻ, നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് എത്രമാത്രം മഹത്തരമാണെന്ന് മനസ്സിലാക്കി ഇന്നലെ എന്തോ ആയിക്കൊള്ളട്ടെ, ഇന്ന് ഞാൻ എന്താണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കയ്യിലുള്ളത് വെച്ച് എനിക്ക് അർഹതയുള്ള പാത്രങ്ങൾക്ക് വേണ്ട രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ നല്ലൊരു കാര്യമൊന്നും തന്നെയില്ല. പലപ്പോഴും കർമ്മ അനുഭവമാണ് ഇതിൻ്റെ മൂല്യം ഇത്രയായിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയിക്കുക. ഒരു കൊച്ചു കഥ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിലൊരു വ്യാപാരി ഉണ്ടായിരുന്നു. വലിയ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയോടുകൂടി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ആ ഗ്രാമത്തിലെ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു. അയാൾക്ക് ഒരു പ്രാവശ്യം അവരുടെ കൃഷി പൂർണ്ണമായിട്ടും വെള്ളം വന്നിട്ടും കാറ്റായിട്ടും വെള്ളം കയറിയിട്ടൊക്കെ ആയിട്ട് നശിച്ചുപോയി. അവസാനം പട്ടിണിയുടെ വക്കത്തിലെത്തിയപ്പോൾ ഇദ്ദേഹം തൻ്റെ വ്യാപാരിയായ സുഹൃത്തിനെ ഓർമ്മിക്കുകയാണ്. അങ്ങനെ വ്യാപാരിയായിരിക്കുന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യോ, നിൻ്റെ വീട്ടിൽ നിൻ്റെ വ്യാപാരത്തിൽ വ്യവസായത്തിൽ എനിക്കൊരു ജോലി തരുമോ? എന്നാൽ എൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് കൃഷി നഷ്ടത്തിലായിരുന്നു. ഈ കഴിഞ്ഞ തവണ പൂർണ്ണമായി നശിച്ചു പോയി. വീട് പട്ടിണിയിലായിടാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, എന്തായാലും ഒരു കർഷകൻ്റെ എക്സ്പേർട്ട്നെസ് ഇയാൾക്കുണ്ട്. അയാൾക്കറിയാം തൻ്റെ കൂട്ടുകാരനായിരുന്നു, നല്ലൊരു കർഷകനായിരുന്നു. എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ജോലി കൊടുത്തിട്ട് ഇവനെ കൊണ്ട് എന്തിനാ ഉണ്ടാക്കിക്കേണ്ട കാര്യമുള്ളത്? നന്നായി തന്നെ ഇവനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാം എനിക്ക്, അപ്പോൾ പല മടങ്ങ് എനിക്ക് നേട്ടം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കർഷകൻ സുഹൃത്തിൻ്റെ അടുത്ത് പറയുകയാണ്, തീർച്ചയായിട്ടും നീ ഒരു കാര്യം ചെയ്യും, ഞാനും കുറച്ച് കൃഷിഭൂമി വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ നീ കൃഷി ചെയ്തോളാൻ പറയുകയാണ്. അങ്ങനെ അയാൾക്ക് ദിവസക്കൂലി കൊടുത്തു, ദിവസം 100 രൂപ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടത്തിലെ പണിയും, വൈകുന്നേരം അവിടുത്തെ കൃഷിയിടത്തിലെ പണി കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും വീട്ടിലെ പണികളും ഇയാൾ ചെയ്യിപ്പിച്ചിരുന്നു ഇയാളെ കൊണ്ട്. അവൻ്റെ വീട് എന്ന പോലെ ഇയാൾ സുഹൃത്തിൻ്റെ വീടല്ലേ, കാര്യങ്ങളും ചെയ്തു. ഒരു 100 രൂപ കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ പട്ടിണിയില്ലാതെ ജീവിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആ പ്രാവശ്യത്തെ വിളവിറക്കി, വിളവെല്ലാം എടുത്തു, നെല്ലും കാര്യങ്ങളൊക്കെ വട്ടിയിലായി, ഒരു പ്രയാസങ്ങളുമില്ല. ഇനി കുറച്ച് സമയത്തേക്ക് ഈ കൃഷിയിടത്തിൽ ഇയാൾക്ക് പണിയാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ വ്യാപാരി വിചാരിക്കുകയാണ്, ഞാനൊരു വ്യാപാരിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവടക്കാരൻ ഒരിക്കലും നഷ്ടത്തിൽ പൈസ കൊടുക്കാറില്ല. ഇനിയിപ്പോൾ ഇയാൾക്ക് ദിവസം 100 രൂപ കൊടുത്ത് എനിക്കെന്ത് കിട്ടാനാ? അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ പറയും, നോക്ക്, എനിക്ക് കൃഷിയുടെ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, കൃഷിയാണെങ്കിൽ നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയും, ബാക്കി എൻ്റെ കാര്യങ്ങളൊന്നും നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് നാളെ മുതൽ നീ പണിക്ക് വരരുത് എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് കേട്ടപ്പോൾ ആകെ സങ്കടമായി, കരഞ്ഞു പറഞ്ഞുടാ, ഇപ്പം തന്നെ വളരെ ചുരുങ്ങിയ പൈസയാണ് എനിക്ക് തരുന്നതെന്ന് അറിയാം, എന്നാലും എൻ്റെ പട്ടിണിയില്ലാതെ എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ദിവസവും ഞാൻ വരുന്നുണ്ടായിരുന്നത്. ചെറിയൊരു പൈസയല്ലേ എനിക്ക് തരേണ്ടതുള്ളൂ, നീ അതെൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയരുത്, എൻ്റെ കുടുംബത്തെ പട്ടിണിയാക്കരുത് എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിനക്ക് വേറെയും സ്ഥലത്ത് പോയാൽ ജോലിയൊക്കെ കിട്ടുമല്ലോ, എന്നെ തന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണം, ഇന്ന് എന്തായാലും എനിക്ക് ജോലി തരാൻ പറ്റില്ല എന്ന് പറയും. അന്ന് പോവും. വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെ കഷ്ടപ്പാട് കണ്ടപ്പോൾ അയാളുടെ മനസ്സ് പിന്നെയും വിഷമിച്ചു. പിന്നെയും വിചാരിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരനല്ലേ, കിട്ടാതിരിക്കില്ല. അങ്ങനെ പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം അയാൾ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഒരു 10-25 രൂപ കൊടുത്തു, നീ പോയിക്കോ, ഇനി എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറയും. അതിൻ്റെ പിറ്റേ ദിവസവും വിഷമം കൊണ്ട് അയാൾ വീണ്ടും ഇയാളുടെ വീട്ടിൽ തന്നെ വന്നു. അങ്ങനെ 4 ദിവസം 5 ദിവസം വന്നപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ്, ഇനി ഇയാൾ ഒഴിവാക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എൻ്റെ പട്ടണത്തിലതായിട്ടുള്ള വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം എൻ്റെ ഭാര്യയും കുട്ടിയായിട്ട് പോയി താമസിക്കാം. അപ്പോൾ എന്നും വരുമ്പോൾ ഇവിടെ അടച്ചു കിടന്ന് കാണുമ്പോൾ ഇവൻ തന്നെത്താൻ ഇവിടെ വിട്ട് പോയിക്കോളെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അയാൾ പട്ടണത്തിലതായിട്ടുള്ള തൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോയി. ആ സമയത്തും ഈ കർഷകൻ പലപ്പോഴും ഒന്ന് നോക്കുമായിരുന്നു, ഇവൻ വന്നിട്ടുണ്ടോ, എനിക്ക് ജോലി കിട്ടുമോ എന്നത് ആഗ്രഹം. വീട്ടിലെ പട്ടിണി അയാളെ മുന്നോട്ട് പോകാൻ വേറൊന്നും കിട്ടാത്തൊരവസ്ഥ യാചിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം അയാൾ വന്നു പോയിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പട്ടണത്തിലതായിട്ടുള്ള സുഹൃത്തും ഫാമിലിയും തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ അയാൾ മനസ്സിലാക്കി, ഇപ്പം എന്തായാലും കുറച്ച് ദിവസമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൻ വരുന്നുണ്ടാവില്ല എന്ന്. അങ്ങനെ അന്ന് മുഴുവൻ നോക്കിയപ്പോൾ വന്നില്ല. അപ്പോൾ ഞാൻ ജയിച്ചു എൻ്റെ പ്ലാനിൽ. അടുത്ത ആളോട് ചോദിക്കുകയാണ്, കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരാൾ വരുന്നുണ്ടായിരുന്നല്ലോ, അയാൾ ആ കർഷകനായിട്ടുള്ള ആൾ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. വരാറുണ്ടായിരുന്നു ഇവിടെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറയാം.
പറയാം, തീർച്ചയായിട്ടും 2-3 ദിവസം നിങ്ങൾ പോയിട്ടും അയാൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നിങ്ങൾ വരുന്നത് കാത്ത് അയാൾ ഇരുന്നിരുന്ന് സന്ധ്യ കഴിഞ്ഞു. ആ സമയത്ത് കുറച്ച് കൊള്ളക്കാർ നിങ്ങളുടെ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നു. അയാൾ അവരെയൊക്കെ അടിച്ചു ഓടിപ്പിച്ചു, ആളെ കൂട്ടി രക്ഷിച്ചെങ്കിലും അവരവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി അയാളെ തല്ലി ശരിയാക്കി. അതുകൊണ്ട് തലയ്ക്ക് മുറിവേറ്റ് കൈയൊടിഞ്ഞ് പാവം മനുഷ്യനാന്ന് തോന്നുന്നു. അയാൾ വീട്ടിൽ കിടപ്പായിട്ടുണ്ടാവും. പിന്നെ അയാളെ കണ്ടിട്ടില്ല ഇങ്ങോട്ടെന്ന് പറയുക. ഇത് കേട്ടപ്പോൾ ഈ വ്യാപാരിയുടെ മനസ്സ് പെടഞ്ഞു പോയി. വീട്ടിൽ പൈസയും അതുപോലെ ആഭരണവും സാധനമൊക്കെ വെച്ച് പൂട്ടിയിട്ടാണ് പോയിരുന്നേ. അഥവാ ആ സുഹൃത്ത് അന്ന് കൊള്ളക്കാരടുത്ത് യുദ്ധം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവന് വലിയ നഷ്ടം സംഭവിച്ചേനെ. ഓടും കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, നീ എന്നോട് ക്ഷമിക്കണം, നീ തന്നെയാണ് എൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സുഹൃത്ത്. ഇനി ഒരിക്കലും നിനക്ക് ആ ചെറിയ പൈസയല്ല, വലിയ പൈസ തന്നെ ഞാൻ തരും, നിന്നെ ശുശ്രൂഷ ഞാൻ ചെയ്തോളാം, എന്നോട് ക്ഷമിക്കടാന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാല് പിടിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയും, നീ എന്തിനാ അങ്ങനെ പറയുന്നത്? നീ എനിക്ക് തന്ന സഹായം കൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചു പോയവനാണ്, അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ നിൻ്റെ വീടിനെ നോക്കുന്നത് എൻ്റെ ധർമ്മമല്ലേ എന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മൂല്യം മനസ്സിലാക്കുമ്പോഴത്തേക്കും അതൊരുപാട് വൈകിപ്പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഉള്ളവരും ഇല്ലാത്തവരുമായിരിക്കുന്ന പല ആളുകൾക്കൊപ്പം നമുക്ക് ജീവിക്കേണ്ടി വരും. നമ്മളാലാവുന്നത് അർഹിക്കുന്ന പാത്രമെന്ന് കണ്ടാൽ, യോഗ്യ പാത്രമെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ കൂടെയുള്ളവർക്ക് സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പലപ്പോഴും പൈസ കൊണ്ട് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ അവരുടെ ഹൃദയം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് കിട്ടാൻ പറ്റാത്ത, വിലമതിക്കാൻ ആവാത്ത ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ മനുഷ്യന്മാരുടെ മൂല്യം മനസ്സിലാക്കിയാലേ സാധിക്കൂ. പിന്നീട് പശ്ചാത്തപിക്കാതെ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരുടെ മൂല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആരെയും കുറ്റം പറയാതെ, ആരെയും ഒഴിവാക്കി വിടാനാവാതെ കഴിയുമെങ്കിൽ സഹായിക്കുക അവരെ കൂടെ. അവർക്കും ഒത്തുചേർന്നൊരു കൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹം എത്ര സന്തോഷമുള്ളതായിരിക്കുന്ന ഒരു ലോകമായി നമുക്ക് മാറ്റാം. അതുകൊണ്ട് നിങ്ങളാലാവുന്ന ഒരു ചെറിയ കാര്യം എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ നിങ്ങളുടെ മൂല്യത്തിന് കൂട്ടുകയാണ് ചെയ്യുക, പുണ്യത്തിന് കൂട്ടുകയാണ് ചെയ്യുക. ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാണെന്ന് വിചാരിക്കരുത്. പലപ്പോഴും വലിയ നേട്ടങ്ങൾ അത്തരം കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് അത് മറക്കാതെ തൻ്റെ നല്ല കർമ്മത്തിന്, നല്ല കാലത്തിന് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചാൽ സദാ നല്ല കാലം നമ്മുടെ കൂടെ നിൽക്കുക ചെയ്യും. അതുകൊണ്ട് എന്നും സത്കർമ്മങ്ങൾ ചെയ്യാനും നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി നല്ല സഹായങ്ങൾ കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.